അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. അള്ളാഹു മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. 10-30 വർഷമായി മടങ്ങാതെ നടത്തിവരുന്ന മഹത്തായ മജ്‌ലിസാണ്. മഹാനായ ഖുതുബുൽ ആലം മടവൂരി ശൈഖുനാന്റെ നിർദ്ദേശം കൊണ്ട് തുടങ്ങിയ മജ്‌ലിസാണ്. അള്ളാഹുവേ, ഈ മജ്‌ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കണേ അല്ലാഹ്. അള്ളാഹുവേ, അസ്റിന്റെ ശേഷം തുടങ്ങിയ മജ്‌ലിസാണ്. ഞങ്ങൾ ഇതുവരെ തവസ്സുലാക്കിയ സർവ്വ മഹാന്മാരുടെയും ദറജകളെ വലുതാക്കണേ അല്ലാഹ്. ഞങ്ങൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ സിയാറത്ത് ചെയ്ത സർവ്വ അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാരുടെ മുഴുവനും ദറജകളെ നീ വലുതാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ആലം 12,000-ലും നിന്റെ ദിക്റിലും ഫിക്റിലും ശുക്റിലും കഴിഞ്ഞുകൂടുന്ന സർവ്വ ജിന്നുകൾ, സർവ്വ മലക്കുകൾ, സർവ്വ പടപ്പുകൾ കടലിലും കരയിലുമായി ഞങ്ങൾ കണ്ടതും കാണാത്തതും ഞങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായ നിന്റെ സർവ്വ ഇഷ്ടദാസരുടെയും ദറജകളെ നീ വലുതാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും മഹല്ലത്തിൽ നിന്നൊക്കെ മരിച്ചുപോയവർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ മഹത്തായ നാടിന്റെ അധിപൻ മഹാനായ കമ്മു സൂഫി ഉപ്പാപ്പയുടെ ദറജ വലുതാക്കണേ അല്ലാഹ്. ഈ പരിസരത്ത് അന്തിയുറങ്ങുന്ന നാട്ടുകളിൽ ഫഖീർ, ബീരാൻ, ഔലിയ ഉപ്പാപ്പ അബ്ദുല്ലാഹിൽ ഐദറു സദ്ദുഫ് മുസ്ലിയാർ, കുതിരപ്പട്ട അബ്ദുല്ലാഹിൽ ജംഗലി, കുഞ്ഞീദ് സൂഫി മുസ്ലിയാർ, അല്ലാഹുവേ കുഞ്ഞലവി മുസ്ലിയാർ അടക്കം ഒരുപാട് മഹാരഥൻ പാറപ്പുറം കുട്ടി മുസ്ലിയാർ അടക്കം ഒരുപാട് ആരിഫീങ്ങളും സൂഫിയാക്കളും സദാത്യങ്ങളും മൗലിയാക്കളും മഹാന്മാരും അല്ലാഹുവേ വലയം ചെയ്ത് കടക്കുന്ന ഈ മഹത്തായ അമ്മുപ്പാപ്പാന്റെ നാട്ടിൽ ഞങ്ങൾ നടത്തുന്ന അമ്മുപ്പാപ്പാടെ അധ്യക്ഷതയിൽ നടക്കുന്ന ഈ മഹത്തായ മജ്‌ലിസിനെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. ഇവിടെ കൂടിയ ഒരാളെയും വെറും കൈയോടെ മടക്കരുതേ അല്ലാഹ്. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ദാമ്പത്തികമായും പറയാൻ പറ്റിയതും പറ്റാത്തതും അലട്ടുന്ന എല്ലാ വേദനകൾക്കും ഔഫുല്ലാഹിന്റെ പേരിൽ നടക്കുന്ന ഈ ഖുതുബിയ്യത്തിന്റെ മജ്‌ലിസിന്റെ ബറകത്ത് കൊണ്ട് എല്ലാ നിലക്കും ഒരു പരിഹാരം നീ എളുപ്പമാക്കണേ അല്ലാഹ്. ബദർ മദീനയുടെ സർവ്വ മുഹബ്ബീങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ബദർ മദീനയുടെ സർവ്വ മുഹബ്ബീങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, വിദേശത്തും സ്വദേശത്തുമായി കഷ്ടപ്പെടുന്ന ഞങ്ങളെ മുഹബ്ബീങ്ങൾ, ഞങ്ങളെ ദറസിനെയും മജ്‌ലിസിനെയും സ്ഥാപനത്തിനെയും മുതഅല്ലിമീങ്ങളെയൊക്കെ അകമഴിഞ്ഞ് സ്നേഹിച്ചവർ, സഹായിച്ചവർ, ആദരിച്ചവർ, സൽക്കരിച്ചവർ, അല്ലാഹുവേ, ഞങ്ങൾ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും തന്നവർ, കിതാബ് വാങ്ങിത്തന്നവർ, കിതാബ് പഠിപ്പിച്ചു തന്നവർ, ഉസ്താദുമാർ, ചെലവ് വീട്ടുകാർ പലരും ഞങ്ങളൊക്കെ നല്ല നിലക്കായി കാണാൻ ആഗ്രഹിച്ചവർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, പ്രവർത്തിച്ചവർ, ഞങ്ങളെ എല്ലാ വിഷയങ്ങളും കൂടെ നിന്ന് ഞങ്ങൾക്ക് വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും ധൈര്യം തന്നവർ എല്ലാവർക്കും എല്ലാ ഹൈറും ബറക്കത്തും ഇസ്സത്തും സലാമത്തും മനസ്സമാധാനവും സന്തോഷവും പടച്ചവനെ രണ്ട് ലോകത്തും നീ നൽകണേ റഹ്മാനേ. ഈ മഹത്തായ മജ്‌ലിസിലെ ഹാദിറായ തവസ്സുലാക്ക ഈ പറയപ്പെട്ട മഹാന്മാരുടെ ഹഖ് ഞങ്ങൾ ഓരോരുത്തരും അല്ലാഹുവേ അലട്ടുന്ന എല്ലാ വിഷമങ്ങൾക്കും ഔഫുല്ലാഹിന്റെ പേരിൽ നടക്കുന്ന ഈ ഖുതുബിയ്യത്തിന്റെ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, മുത്തുനബിയുടെ മഹബ്ബത്ത് ഹുബ്ബുൻ നബി സംഗമത്തിന്റെ ബറക്കത്ത് കൊണ്ട്, മൗലിദിന്റെ സ്വലാത്തിന്റെ കോടാനക്കോടി സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവർക്കും എല്ലാ നിലക്കും ഒരു ഫത്ഹ് നൽകണേ അല്ലാഹ്. എന്റെ കുട്ടികളും പലരും ഗൾഫിലേക്ക് പോകാൻ ഉദ്ദേശിച്ച് ഒരുങ്ങിയിട്ടുണ്ട്. ഹൈറായ നിലക്ക് പോയി റാഹത്തോടെ ബറക്കത്തോടെ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ നിറവടിയായി വന്ന് കാണാൻ നീ തൗഫീഖ് തരണേ അല്ലാഹ്. ബദർ മദീനയുടെ കർമ്മോത്സുകരായ പ്രവർത്തകർ പലരും പല നാടുകളിലും പല രാജ്യങ്ങളിലുമുണ്ട്. സൗദിയിലും ബഹ്റൈനിലും സലാലയിലും അല്ലാഹുവേ ഒമാനിലും ഖത്തറിലും കുവൈത്തിലും പല നാടുകളിലും അല്ലാഹുവേ ഞങ്ങളുടെ കുട്ടികളുണ്ട്. എല്ലാവർക്കും നീ ആഫിയത്ത്, ദീർഘ ആയുസ്, ആരോഗ്യം, ഹൈറ്, ബറക്കത്ത്, ഇസ്സത്ത്, സലാമത്ത്, സന്തുഷ്ട കുടുംബ ജീവിതം, ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെയും നിറവടിയായി സന്തോഷത്തോടെ വന്ന് കാണാൻ നീ തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങളെ സ്നേഹിച്ചവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ കൂടെ ഒരാളെയും ദുനിയാവിലും ആഖിറത്തിലും നീ പരാജയപ്പെടുത്തരുതേ അല്ലാഹ്. നീ തന്ന ഇസ്സത്ത് വലുതാക്കണേ അല്ലാഹ്. നീ തന്ന ബറക്കത്ത് വിശാലമാക്കണേ അല്ലാഹ്. നീ തന്ന നിഅമത്ത് ദായിമാക്കണേ അല്ലാഹ്. നീ തന്ന ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹ്. ഈ കാഞ്ഞിരത്തറ മഹത്തായ ബദർ മദീനയുടെ ഖുതുബിയ്യത്തിന്റെ മജ്‌ലിസിലേക്ക് എല്ലാ മാസവും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായിക്കുന്ന അയൽവാസികളും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുങ്ങളും കുടുംബങ്ങളും ആരെല്ലാം മുഹബ്ബീങ്ങളുണ്ടോ ആരെല്ലാം
എന്തെല്ലാം നല്ല ഉദ്ദേശത്തോടെ ഈ മജ്‌ലിസിൽ വരുന്നോ, എന്തെല്ലാം വിഷയങ്ങളുമായി ഇവിടെ വന്നിട്ടുണ്ടോ, ഏതെല്ലാം രൂപത്തിൽ ഈ മഹത്തായ മജ്‌ലിസുമായി സഹായിച്ചവരുണ്ടോ, സഹകരിച്ചവരുണ്ടോ, സഹായിക്കുന്നവരുണ്ടോ, സഹായിക്കാമെന്ന് ഏറ്റവരുണ്ടോ, അവർക്കൊക്കെയും ദീനും ദുനിയാവും ആഖിറവും നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ നാവിനും കണ്ണിനും പേനക്കും വറക്കത്തും ഇസ്സത്തും നിലനിർത്തി തരണേ അല്ലാഹ്. എല്ലാവിധ ആഹാത്ത് ബലാഅ് മുസീബത്തുകളൊക്കെ തട്ടി നീക്കണേ അല്ലാഹ്. എല്ലാ ഹൈറിന്റെ വാതിലുകൾ ഇന്നു മുതൽ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. ബറകത്താക്കപ്പെട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പാപ്പാന്റെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിന്റെ മഹത്തായ ദിവസങ്ങളിലാണ് അല്ലാഹുവേ കൂടുതൽ സ്വലാത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബിനെ നീ മുഴുക്കാൻ, ഓരോ ഹറകാത്ത് സക്കനാത്തും സ്വലാത്തിനായി കഴിച്ചു കൂട്ടാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. എന്തുകൊണ്ടാണ് ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. തീർച്ചയായും അല്ലാഹും അല്ലാഹുവിന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തുകളുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ സത്യവിശ്വാസികളെ സല്ലു അലൈഹി വസല്ലിമു. അല്ലാഹു പറഞ്ഞോണ്ടാ. അപ്പോൾ അല്ലാഹുവിന്റെ എല്ലാ പടപ്പുകളും അള്ളി മലക്കുകൾ ചെയ്യുന്ന പിന്നെ അള്ളാഹിന്റെ മുഴുവൻ പടപ്പുകളും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചെല്ലാതിരിക്കുന്നില്ല. മുത്തുനബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലാതെ ഒരു നിസ്കാരവും ഒരു അമലും ഒരു ഹജ്ജും ഒരു ഉംറയും ഒരു സിയാറത്തും ഒരു അമലുകളും സ്വീകരിക്കുന്നതല്ല. മുത്തുനബി ബന്ധപ്പെടാത്ത ഒരു പടപ്പും ഒരു പടപ്പിനെയും അള്ളാഹ് പഠിച്ചിട്ടില്ല, ഒരു വിഷയത്തിനെയും അള്ളാഹു കണക്കൂട്ടിയിട്ടില്ല. എന്തുകൊണ്ട് നടക്കുന്നുണ്ടോ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തെ മുഖേനയാണ്, റഹ്മത്തുൽ ലിൽ ആലമീനാണ്. അല്ലാഹുവിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബൊന്ന് ശുദ്ധിയാക്കി തരണേ. മുത്തുനബിയെ ഉറക്കിലും ഉണർവിലും എന്നും കാണാൻ ഞങ്ങൾക്ക് വിധി കൂട്ടണേ അല്ലാഹ്. മുത്തുനബിയെ അങ്ങോട്ട് സ്നേഹിക്കുന്നതിന് പകരം ഇങ്ങോട്ട് മുത്തുനബിയുടെ മഹബത്ത് കിട്ടിയവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മുത്തുനബിയുടെ തിരുനോട്ടം ഞങ്ങളെ ഖൽബിലേക്ക് തരണേ അല്ലാഹ്. ആശിഖീങ്ങളിൽ മുഹബ്ബീങ്ങളെ പെടുത്തണേ അല്ലാഹ്. മഹാനായ സിദ്ദീഖ് തങ്ങളൊക്കെ സ്നേഹിച്ചതുപോലെ, ഖദീജ ബീവി ഉമ്മ സ്നേഹിച്ചതുപോലെ, ഖദീജ ബീവി ഉമ്മാനെ ഇങ്ങോട്ട് സ്നേഹിച്ചതുപോലെ, ഫാത്തിമ ബീവി ഉമ്മയെയും ഹസൻ ഹുസൈൻ തങ്ങളെയൊക്കെ മുത്തുനബി സ്നേഹിച്ചതുപോലെ അവിടുത്തെ ഒരു മഹബത്തിന്റെ തിരുനോട്ടം ഞങ്ങളെ ഖൽബിലേക്കും ശരീരത്തിലേക്കും ജീവിതത്തിലേക്കും നൽകണേ റഹ്മാനേ. ഖബറിലും മഹ്ശറിലും സിറാത്തിലും ഹൗദിൽ നിന്നും ഒക്കെ ഞങ്ങളെ അവിടുത്തെ ഒരു പ്രത്യേക സ്നേഹമുള്ള പ്രത്യേക കൂട്ടക്കാരെ ഞങ്ങളെ നീ സെലക്ട് ചെയ്യണേ റബ്ബേ. നിന്റെ ആയുസ് സമയം, ആരോഗ്യ സമയം, ഒഴിവ് സമയം, നിന്റെ സമ്പത്ത് എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ ഒന്നിന് മാത്രമാണ്. അൻത മഅമൻ അഹ്ബബ്ത മുഹമ്മദ് റസൂലുള്ളാഹി. എടാ അനക്ക് ഞാൻ ഇൽമു തന്നു, അനക്ക് സമ്പത്ത് തന്നു, ആരോഗ്യം തന്നു, എല്ലാം തന്നു, വാഹനം തന്നു, വീട് തന്നു, മക്കളെ തന്നു, ഭാര്യയെ തന്നു, എല്ലാം തന്നു. നീ എന്തിനു വേണ്ടി നിന്റെ സമയം ചെലവഴിച്ചു എന്ന് ചോദിച്ചാൽ ഒന്ന് മാത്രമാണ്. പ്രായപൂർത്തിയെത്തി യാത്ര ചെയ്യാൻ തുടങ്ങിയ അന്ന് മുതൽ ഒരു രാവ് പോലും ഒരു പകല് പോലും നിന്റെ മഹാന്മാരുടെ പോകാതെ കഴിച്ചു കൂട്ടിയിട്ടില്ല റബ്ബേ. ഞങ്ങളൊന്ന് ഹാക്കിമാക്കരുത് റബ്ബേ. എന്തുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു. നീ ആരെ സ്നേഹിച്ച അവരോടുകൂടെയാണ്. അപ്പൊ അള്ളാഹനെ സ്നേഹിച്ചവരാണ്, മുത്തുനബിനെ സ്നേഹിച്ചവരാണ്, മുത്തുനബിനെയും അള്ളാഹിനെയും ആകെ മുണങ്ങിയവരാണ്, ലയനം പ്രാപിച്ചവരാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ഞങ്ങളുടെ ജീവിതവും സമയവും സന്ദർഭവും ഈ മഹാന്മാരുടെ മസാറുകളുടെ അറിയാൻ ഞങ്ങൾ തെരഞ്ഞെടുത്തത്. നീ ആരെ സ്നേഹിച്ച അവരോടുകൂടെയാണ്. അല്ലാഹു നീ ഖബൂലാക്കണേ റഹ്മാനേ. ഞങ്ങളെ സ്നേഹിച്ചവരെ, ബദർ മദീനക്കാരെ, ഞങ്ങളെ ലോക മുസ്ലിമീങ്ങളെ, മോമിനീങ്ങളെ എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഹൈറായ വീട്, ഹൈറായ വാഹനം, ഹൈറായ ജോലി, ഹൈറായ ഇണതുണ, ഹൈറായ മക്കള്, ഹൈറായ വൈദ്യര് ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ഞങ്ങളെ കുഞ്ഞു മുതഅല്ലിമീങ്ങളെ വലിയ ആലിമീങ്ങളാക്കണേ അല്ലാഹ്. ആരിഫീങ്ങളാക്കണേ അല്ലാഹ്. സൂഫിയാക്കളാക്കണേ അല്ലാഹ്. ഔലിയാക്കന്മാരാക്കണേ അല്ലാഹ്. ഔലിയാക്കന്മാരെ തർബിയത്തിലാക്കണേ അല്ലാഹ്. ഹാഫിളുകളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഹാഫിളുകളാക്കണേ അല്ലാഹ്. അല്ലാഹു നിന്റെ ദീന് കൊണ്ട് നടക്കുന്നവരാക്കണേ അല്ലാഹ്. ഉഖ്റവിയായ പണ്ഡിതന്മാരാക്കണേ അല്ലാഹ്. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രബോധനം ചെയ്യാനുള്ള കഴിവും തൗഫീഖും ഹിമ്മത്തും ആയിരായ
ആരോഗ്യം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും മുതഅല്ലിമീങ്ങൾക്കും നീ തരണേ അല്ലാഹ്. ദീനിന്, നാടിന്, നാട്ടുകാർക്ക്, സമുദായത്തിനും അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങൾക്കും ഞങ്ങൾക്കും മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളായി പടച്ചോനെ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ മുതഅല്ലിമീങ്ങളെയൊക്കെ നീ വളർത്തണേ അല്ലാഹ്. ഒരുപാട് സയ്യിദന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, മുതഅല്ലിമീങ്ങളുണ്ട്, കുഞ്ഞു പൈതങ്ങളുണ്ട്, വയസ്സായ ഉമ്മമാര് ഉപ്പമാരുണ്ട്. ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ് റബ്ബേ. മടവൂർ ശൈഖുനാന്റെ ഹക്കുകൊണ്ട്, അജ്മീർ ഫഖീർ ബീരാനൗലിയാന്റെ ഹക്കുകൊണ്ട്, ഏർവാടി ഇബ്രാഹിം ബാത്തുഷാ തങ്ങളെ ബറക്കത്ത് കൊണ്ട്, അഹ്ലുൽ ബൈത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ആലിം നബി, ഔലാദുൻ നബി, അസ്വാജുൻ നബി, അസ്ഹാബുൻ നബിയുടെ ബറക്കത്ത് കൊണ്ട്, അവരൊക്കെ മുത്തുനബിയെ സ്നേഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ സമീപം കരഗതമാക്കിയവരാണ്. ഞങ്ങൾ ഈ തൊള്ളറലിന് പകരം ഞങ്ങൾ ഉൾക്കൊള്ളുന്നവരായി മാറാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ റബ്ബേ, ഭാഗ്യം തരണേ അല്ലാഹ്. ഖൈറിന്റെ വാതിലുകൾ തുറക്കണേ റഹ്മാനെ. പലരും പല ഉദ്ദേശത്തോടെ വന്നവരാണ്. ഒരാളെയും വെറുങ്കയോടെ ഈ മജ്ലിസിൽ നിന്ന് അല്ലാഹുവെ തിരിച്ചു മടക്കരുതേ അല്ലാഹ്. എല്ലാ വഴികളും വഴിത്തിരിവും ഈ മജ്ലിസ് കഴിയുമ്പോഴേക്കിന് എല്ലാവർക്കും എല്ലാ നിരക്കും നീ എളുപ്പത്തിലാക്കി തരണേ അല്ലാഹ്. പാവങ്ങളായ ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. എല്ലാ ഖൈറും ബറക്കത്തും ഇസ്സത്തും സലാമത്തും ഞങ്ങൾക്ക് രണ്ട് ലോകത്തും തരണേ അല്ലാഹ്. ഞങ്ങൾ തുടങ്ങി വെച്ച സ്ഥാപനത്തിന്റെ അതിമനോഹരമായ ഔദുല്ലാഹുവിന്റെ കുബ്ബയും അല്ലാഹുവേ അതിന്റെ മുനാരുകൾ, അതിലേക്ക് വേണ്ട വെള്ളവും വെളിച്ചവും സ്ഥലവും വഴിയും സമ്പത്തും അല്ലാഹുവേ അതിനു വേണ്ടതൊക്കെ ഞങ്ങളെ കയ്യിൽ കടങ്ങളില്ലാതെ വിഷമങ്ങളില്ലാതെ പൂർത്തീകരിക്കാനുള്ള എല്ലാ വഴികളും വഴിത്തിരിവും നീ എളുപ്പത്തിലാക്കണേ അല്ലാഹ്. ഇതാകുമ്പോൾ അവരില്ലാതെ ഞങ്ങൾക്ക് ഹിദമ ചെയ്യുന്നവർ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, ഞങ്ങൾ അറിഞ്ഞും അറിയാതെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, പ്രവർത്തിക്കുന്നവർ, ഞങ്ങൾക്ക് ഹിദമ ചെയ്യുന്നവർ, ഞങ്ങളെ കൂടെ നിന്നവർ, ഞങ്ങളെ കുട്ടികളും മുഹിബീങ്ങളും ഉസ്താദുമാരും യുവാക്കളെല്ലാവർക്കും അല്ലാഹുവേ വേണ്ടതൊക്കെ പാസ്സാക്കി അല്ലാഹുവിന്റെ മഹത്തുക്കളെ വഴിയിൽ സഞ്ചരിക്കാനുള്ള മഹാഭാഗ്യവും തൗഫീഖും നീ തരണേ അല്ലാഹ്. الفاتحة.